ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 3ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് സയൻസ് വിഭാഗത്തിൽ നിന്ന് 50 ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡനാണ്. ടെൻഡൻ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണമാണ് രക്തം. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവമാണ് കരൾ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏത്? മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി എന്നത്. അക്രോമെഗലി. ഉമിനീരിലടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉമിനീരിലടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈമാണ് കേട്ടോ. ലൈസോസൈം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി എന്നത്. മിഠായി. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസ്സുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? അത് 2 ജൂൾ ആയിരിക്കും. 2 ജൂൾ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്രയാണ്? ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആവുമ്പോൾ സെൽഷ്യസ് സ്കെയിലിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 0 ഡിഗ്രി സെൽഷ്യസ്. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി സോഡിയം അമാൽഗമാണ്. സോഡിയം അമാൽഗം. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് സൾഫൈഡ്. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏത്? താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്നത്. വിറ്റാമിൻ ഡി. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ്? അതാണ് നാഷണൽ പാർക്കുകൾ എന്നത്. നാഷണൽ പാർക്കുകൾ. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വനമേഖലയാണ് നാഷണൽ പാർക്കുകൾ. ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്. ഓക്കെ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏത്? തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയില്ലാത്ത കാർബണിന്റെ രൂപാന്തരമാണ് കൽക്കരി എന്നത്. കൽക്കരി. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു എന്നതാണ്. യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? നോക്കാം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്.
ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് കേട്ടോ. 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യരുടെ ശ്രവണ പരിധി. 2000 അല്ല, 20,000 ആണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത്? താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധയാണ് ചിക്കൻ ബോക്സ് എന്നത്. ചിക്കൻ ബോക്സ്. ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങളാണ് വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക എന്നിവയൊക്കെ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി അനാരോഗ്യമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബോർഡറ്റെല്ല പെർട്ടൂസിസ്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിനാണ് വെരിസെല്ല വാക്സിൻ. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ചിട്ടുള്ള പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് എന്നത്. ഓപ്പറേഷൻ അമൃത്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥരം ഏതാണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമാണ് പ്ലൂറ എന്നത്. സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിലാണ് വിജാഗിരി സന്ധി കാണപ്പെടുന്നത്. ഇടുപ്പെല്ല് തുടയെല്ല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇടുപ്പെല്ല്, തുടയെല്ല്, തോളെല്ല് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നത് ഗോളരസന്ധിയാണ്. ഗോളരസന്ധി നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോടിനെ ബന്ധിപ്പിക്കുന്നു. ഇത് രണ്ടും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഗോളരസന്ധി ഇടുപ്പെല്ല്, തുടയെല്ല് എന്നിവിടങ്ങളിലും കീലസന്ധി നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോടിനെ ബന്ധിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ രണ്ടാമത്തേതും മൂന്നാമത്തേതും സ്റ്റേറ്റ്മെന്റ് തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. തെന്നി നീങ്ങുന്ന സന്ധി രണ്ടസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. തെന്നി നീങ്ങുന്ന സന്ധി കാർപ്പലുകളുടെ ഇടയിലാണ് കാണപ്പെടുന്നത്. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ് കേട്ടോ. ഒന്നാമത്തേത് മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1 മാത്രം ശരി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസോം. രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്? രക്തം കട്ടപിടിക്കുന്നത് എങ്ങനെയാണ്? പ്ലാസ്മയിലുള്ള നിഷ്ക്രിയ പദാർത്ഥമായിട്ടുള്ള പ്രോത്രോംബിനിൽ നിന്ന് ത്രോംബിൻ ഉണ്ടാകുന്നു. പിന്നീട് പ്ലാസ്മയിലുള്ള നിഷ്ക്രിയ ഫൈബ്രിനോജനിൽ ത്രോംബിൻ എന്ന രാസാഗ്നി പ്രവർത്തിച്ച് ഫൈബ്രിനുകൾ ഉണ്ടാകുന്നു. അതേ തുടർന്ന് ഫൈബ്രിൻ എന്ന നാരുകൾ ഒരു വലക്കണ്ണികൾ പോലെ ഒരു രൂപം സൃഷ്ടിച്ചിട്ട് അതിൽ രക്താണുക്കളെ അകപ്പെടുത്തുകയും അങ്ങനെയാണ് രക്തം കട്ട പിടിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കാം. ആദ്യം ത്രോംബോപ്ലാസ്റ്റ് എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. അതേ തുടർന്ന് ത്രോംബിനായി മാറുന്നു. ഫൈബ്രിൻ നാരുകളാവുന്നു. ഇതിൽ കുടുങ്ങിയാണ് രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം 3, പിന്നീട് രണ്ടാമത്തേത്, പിന്നെ 1. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. ത്രോംബിൻ ആകുന്നു. ഫൈബ്രിൻ നാരുകളും ആകുന്നു. ഓക്കെ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. ദർപ്പണത്തിന്റെ
പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു, ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് പോൾ എന്നത്. പോൾ. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഇത് ബോയിൽസ് നിയമത്തിന്റെ സമവാക്യമാണ് കേട്ടോ. P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്നത് ബോയിൽസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് വിളിക്കുന്നത്? അമാൽഗം മെർക്കുറിയാണ് കേട്ടോ. മെർക്കുറി. ഐസോട്ടോണിക് ലയനികളുടെ ഒരു സവിശേഷത തുല്യമായിരിക്കും. അതെന്താണ്? ഐസോട്ടോണിക് ലയനികളുടെ ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും. ഓസ്മോട്ടിക് മർദ്ദം. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എത്രയാണ്? കുടിവെള്ളത്തിന്റെ BOD അല്ലെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓപ്ഷൻ എ 1-2 പാർട്സ് പെർ മില്യൺ ആണ്. ഓക്കെ. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏതാണ്? ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണമാണ് നൈട്രേറ്റ്. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഗോയിറ്റർ അയഡിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അയഡിൻ. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mm/Hg ആണ്. 120/80. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ജീവകം A റെറ്റിനോൾ ആണ്. ജീവകം C അസ്കോർബിക് ആസിഡ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ജീവകം B1 തയാമിനാണ്. ജീവകം E ടോക്കോഫെറോൾ ആണ്. ജീവകം A റെറ്റിനോൾ, ജീവകം B1 തയാമിൻ, ജീവകം E ടോക്കോഫെറോൾ. അപ്പോൾ ജീവകം C എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. അപ്പോൾ ഈ റൈബോഫ്ലാവിൻ എന്താണ്? റൈബോഫ്ലാവിൻ എന്നത് ജീവകം B2 ആണ് കേട്ടോ. ജീവകം B2 അല്ലെങ്കിൽ ജീവകം B2 ആണ് റൈബോഫ്ലാവിൻ. ഓക്കെ. അടുത്തത്, ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. അതാണ് ഹൃദ്യം പദ്ധതി. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഹൃദ്യം പദ്ധതി. താഴെ പറയുന്നവയിൽ അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗപ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഗോയിറ്റർ, ക്രെറ്റിനിസം, ഹൈപ്പർ തൈറോയിഡിസം ഇവയെല്ലാം തന്നെ അയഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3 ശരിയാണ്. TPRന്റെ പൂർണ്ണ രൂപം എന്താണ്? TPRന്റെ പൂർണ്ണ രൂപം എന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നതാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. ഒരു കിലോഗ്രാം വെയിറ്റ് എന്നത് എത്ര ന്യൂട്ടൺ ആണ്? 9.8 ന്യൂട്ടൺ ആണ് കേട്ടോ. 9.8 ന്യൂട്ടൺ. മഴവില്ലുണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? മഴവില്ലുണ്ടാകുവാനുള്ള കാരണം പ്രകീർണനമാണ് കേട്ടോ. മഴവില്ല് പ്രകീർണനം മൂലമാണ് ഉണ്ടാകുന്നത്. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം ഏത് ബലമാണ്? ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം കൊഹിഷൻ ബലമാണ്. കൊഹിഷൻ ബലം. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ്, അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റിന്റെ രാസസൂത്രം ഏതാണ്? ബോക്സൈറ്റിന്റെ രാസസൂത്രം Al2O3 2H2O എന്നതാണ്. Al2O3 2H2O. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിന് ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കാൽസ്യം ഓക്സൈഡ്.
നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? നമ്മൾ ഡി ബ്ലോക്ക് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു എന്ന്. അപ്പോൾ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഡി ബ്ലോക്കിലാണ് ആവർത്തന പട്ടികയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ 50 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.